നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും സമാധാനവും ശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥന ഭരിക്കാം മക്കളെ. എല്ലാവർക്കും നമസ്കാരം. ഗണപതി ഭഗവാനെ കൊണ്ട് ഒരു കൊച്ചു നാമം ഞാൻ പണ്ട് എഴുതുക, അത് ചൊല്ലാം. തൊണ്ടായതുകൊണ്ട് ഈ 2 വരി ചൊല്ലാം. ശ്രീ ഗണേശ്വര ജഗദീശ ശരണമേ ഗണേ ഭുവനേശ. ശ്രീ ഗണേശ്വര ജഗദീശ ശരണമേ ഗണേ ഭുവനേശ. പ്രഥമ പൂജിതനേ ഷൺമുഖ സോദരനേ. പ്രഥമ പൂജിതനേ ഷൺമുഖ സോദരനേ. കോടി കോടി പ്രണാമം ഞങ്ങളർപ്പിക്കുന്നു. കോടി കോടി പ്രണാമം ഞങ്ങളർപ്പിക്കുന്നു. ഏകദന്തനേ ഗജമുഖനേ സർവാപരാധം ക്ഷമിക്കണമേ. ഏകദന്തനേ ഗജമുഖനേ സർവാപരാധം ക്ഷമിക്കണമേ. ശ്രീ ഗണേശ്വര ജഗദീശ ശരണമേ ഗണേ ഭുവനേശ. പ്രഥമ പൂജിതനേ ഷൺമുഖ സോദരനേ. പ്രഥമ പൂജിതനേ ഷൺമുഖ സോദരനേ. കോടി കോടി പ്രണാമം ഞങ്ങളർപ്പിക്കുന്നു. കോടി കോടി പ്രണാമം ഞങ്ങളർപ്പിക്കുന്നു. ഏകദന്തനേ ഗജമുഖനേ സർവാപരാധം ക്ഷമിക്കണമേ. ഏകദന്തനേ ഗജമുഖനേ സർവാപരാധം ക്ഷമിക്കണമേ. തൊണ്ട നിറഞ്ഞ് ഉണങ്ങിയിരിക്കൊണ്ട് ചൊല്ലാൻ മേലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് അമ്മയെ കൊണ്ട് ചൊല്ലാം. പാലയ 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 മാം ദേവി. പാലയ 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 മാം. പാലയ 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 മാം ദേവി. പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ. സങ്കടനാശിനി പാലയ മാം. മംഗളകാരിണി പാലയ മാം അമ്മേ. സങ്കടനാശിനി പാലയ മാം. ദുഃഖവിനാശിനി പാലയ മാം അമ്മേ. ദുരിതവിനാശിനി പാലയ മാം. സങ്കടവൻ കടൽ മാറ്റി അടിയനെ പാലയ 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 മാം. സങ്കടവൻ കടൽ മാറ്റി അടിയനെ പാലയ 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 മാം. പാലയ 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 മാം ദേവി. പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ. സങ്കടനാശിനി പാലയ മാം. അമൃതക്കടലേ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി. കൽമഷമെല്ലാം മാറ്റി അടിയനെ പാലയ 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 മാം. അമൃതക്കടലേ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി. കൽമഷമെല്ലാം മാറ്റി അടിയനെ പാലയ 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 മാം. അറിവിനു അറിവായി വിളങ്ങും ദേവി. നാദരൂപിണി വീണാപാണി. മായാ ഭഗവതി ആദിപരാശക്തി. പാലയ 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 മാം. പാലയ 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 മാം ദേവി. പാലയ 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 മാം.
മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. അമൃതവർഷിണി ചിന്മയീ ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ, കടിയൻ്റെ നാവിൽ വിളങ്ങണമമ്മേ, പാലയ 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 മാം. അമൃതവർഷിണി ചിന്മയീ ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ, അടിയൻ്റെ നാവിൽ വിളങ്ങണമമ്മേ, പാലയ 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 മാം. പാലയ 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 മാം ദേവി, പാലയ 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 മാം. മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. മംഗളകാരിണി പാലയ മാം അമ്മേ, സങ്കടനാശിനി പാലയ മാം. എനിക്ക് തൊണ്ട അടച്ച് തൃങ്ങിയിരിക്കുന്നതുകൊണ്ട് വലിയ പാടാ മക്കളെ. എന്നാലും നമുക്ക് ഒക്കുന്നത് പോലെ അല്പം കൂടെ ചൊല്ലിയിട്ട് നിർത്താം. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം സദാ. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം. മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ, അത് ജീവചൈതന്യമല്ലോ, സാക്ഷാൽ നാദബ്രഹ്മമല്ലോ. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം സദാ. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം. മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ, അത് ജീവചൈതന്യമല്ലോ, സാക്ഷാൽ നാദബ്രഹ്മമല്ലോ. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം. ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം. ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം. ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം സദാ. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം. മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ, അത് ജീവചൈതന്യമല്ലോ, സാക്ഷാൽ നാദബ്രഹ്മമല്ലോ. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം സദാ. ഓം നമോ നാരായണായ, 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 ഓം നമോ നാരായണായ. നമുക്ക് കൃഷ്ണനെ കൊണ്ട് ആടാനും പാടാനുള്ളൊരു നാമം. നൃത്തമാടു കൃഷ്ണ നടനമാടു, ഗാനം ഞാൻ പാടിത്തരാം. നൃത്തമാടു കൃഷ്ണ നടനമാടു, ഗാനം ഞാൻ പാടി
നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ, കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ, കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ. ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ. ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ. ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കണ്ണാ, എൻ മുന്നിൽ വന്നിടണേ. ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ, എൻ മുന്നിൽ വന്നിടണേ. ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ വന്നിടണേ. ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ വന്നിടണേ. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ, ഗാനം ഞാൻ പാടിത്തരാം. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ, ഗാനം ഞാൻ പാടിത്തരാം. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ, കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ, കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ. ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ. ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ, ഗാനം ഞാൻ പാടിത്തരാം. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ, കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ. നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ, കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ. മക്കളെ, നമുക്ക് പരമാനന്ദപുരത്തെ ചെല്ലാം. എല്ലാവരും ആനന്ദിച്ച് ആ ലക്ഷ്യത്തിൽ എത്താനുള്ള ഒരു എന്താ പറയുക, നമുക്ക് ആ പരമാനന്ദപുരം കണ്ടെത്തണ്ടേ. ഇത് ഇങ്ങനെ നാമം ഇങ്ങനെ ചൊല്ലണം. ചൊല്ലി വരുമ്പോൾ ഇപ്പം പ്രസന്ന എന്ന് പറഞ്ഞ മകൾ പറയുന്നത് നന്നായി കരഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ വിളിച്ചവൻ പറയും ക്രൈഡ്, അതായത് കരഞ്ഞു എന്ന്. എന്താ കാരണം? ഭക്തി വർദ്ധിക്കുമ്പോൾ അത് ഓർക്കുമ്പോൾ നമ്മൾ ഗൽഗതം ഉണ്ടാവും. അങ്ങനെ പോകെ ഒരുപാട് നാളിങ്ങനെ പ്രയത്നിച്ച് ഇതിലിങ്ങനെ അങ്ങനെ എന്താ പറയുക, ആനന്ദ നിർവൃതിയിൽ അടഞ്ഞടഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ആ പരമാനന്ദ പുരുഷന് എത്താൻ പറ്റുന്നത്. എല്ലാ ഭക്തന്മാരും അങ്ങനെ ആകണ്ടായോ? അതുകൊണ്ട് നമുക്ക് ആ നാമം ചെല്ലാം. പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ, പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ, ആദിപരാശക്തി ചിന്മയിയോടൊത്ത് ആദിപരാശക്തി ചിന്മയിയോടൊത്ത് പരമാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ, ആദിപരാശക്തി ചിന്മയിയോടൊത്ത് ആദിപരാശക്തി ചിന്മയിയോടൊത്ത് പരമാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ, ആദിമധ്യാന്തനാനന്ദനാമയൻ ആദിമധ്യാന്തനാനന്ദനാമയൻ, നിത്യ നിഷ്കള നിർഗുണ ബ്രഹ്മം പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ, കാലസ്വരൂപൻ കമനീയ സുന്ദരൻ കാലസ്വരൂപൻ കമനീയ സുന്ദരൻ, സൃഷ്ടിസ്ഥിതി ലയ പ്രകൃതി പുരുഷൻ കാലസ്വരൂപൻ കമനീയ സുന്ദരൻ, സൃഷ്ടിസ്ഥിതി ലയ പ്രകൃതി പുരുഷൻ പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ, ആദിപരാശക്തി ചിന്മയിയോടൊത്തു പരമാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ. പരാപരൻ പരമേശ്വരൻ, ആദിപരാശക്തി ചിന്മയിയോടൊത്തു പരമാനന്ദ ലഹരി. നമ്മൾ പ്രാർത്ഥിച്ച് ആ ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടലിനി ശക്തി അവിടെ ചുറ്റിട്ട് ഉറങ്ങിക്കിടക്കാന്നല്ലേ പറയാ.
അവിടുന്ന് ആ ഒരു എന്താ പറയുന്നത്, അവിടുന്ന് ഒരു പ്രത്യേക അനുഭൂതി വരുമ്പോൾ നമ്മൾ ആരാധിച്ചൊരു പ്രത്യേക ഒരു അനുഭൂതി നമുക്ക് വരും. അവിടുന്ന് ചുറ്റിളക്കി ഇവിടെ ചെല്ലും സഹസ്രാര പത്മത്തിൽ മൂലാധാരത്തിൽ നിന്ന് അത് പതുക്കെ അത് ഗമിച്ച് 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 അവിടെ ചെന്നെത്തും. അപ്പോൾ പരമാത്മാവ് അവിടെ ഇരിക്കുകയല്ലേ, സർവ്വ മംഗളസ്വരൂപനായിരിക്കുന്ന ശിവ ആ പരമേശ്വരനായിട്ട് ഈ ആ ശക്തി സ്വരൂപിണി ലയം പ്രാപിക്കുന്നതാണ് മക്കളെ ഈ അനന്തപുരി. അല്ലാതെ പരമാനന്ദത്തിൽ അവിടെ ഒരു അനന്തപുരി ഉണ്ട്. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ ഉള്ളിലാണ് മക്കളെ. കാശി കാശി എന്ന് പറഞ്ഞാൽ ശിവനും ശിവശക്തി അവിടെയാണ് മക്കളെ. ആ പരമാനന്ദപുരം അവിടെയാണ് മക്കളെ. അത് നിങ്ങൾ അറിയൂ. കാശി പോകണ്ട. ഈ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തുമ്പോൾ നമ്മൾ അറിയും അത് അനന്തപുരി അവിടെയാണെന്ന്. കാശിയിൽ നിന്നും പറഞ്ഞ് പോകുന്നത് എന്തിനാ പോകുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. പുറമേയുള്ള കാശിയല്ല, അകമേയുള്ള കാശി. ഇത് എത്തപ്പെടണമെങ്കിൽ ഈ കുണ്ടലിനി ശക്തി നമ്മൾ ആരാധിച്ച് ഉണർത്തണം. അങ്ങനെ ഉണരുമ്പോൾ അത് ഗമിച്ച് എവിടോട്ട് ചെല്ലും? അവിടെ ഇരിക്കപ്പുറതിയില്ല ആ ശക്തി സ്വരൂപിണിക്ക്. അവിടെ നിന്ന് നാണം കൂടാതെ അങ്ങ് ചെല്ലും. ഒരു നാണവും വേണ്ട, പ്രാർത്ഥിക്കുന്നതിന് ഒരു നാണവും മാനവും ഒന്നും വേണ്ട. പരമമായ ഭക്തിയിൽ അജ്ഞാനമില്ലാതെ സർവ്വസ്വരൂപനെ പ്രാർത്ഥിക്കുമ്പോൾ ആ നമ്മൾ തന്നെയാണ് മക്കളെ ഈ ശക്തി സ്വരൂപിണി. നാം തന്നെയാണ് അവിടെ. എല്ലാ മാലിന്യങ്ങളും ഇല്ലാത്ത നിർമ്മലമായ ഹൃദയമാകുമ്പോൾ ആ ശക്തിയായിരിക്കുന്ന ആ ജീവശക്തി അവിടെ ബെല്ലും ബ്രേക്കുമില്ലാതെ ഉണർന്ന് ആ പരമാനന്ദത്തിലെത്തുമ്പോൾ ആ അനന്തപുരിയിൽ ചെന്ന് ലയം പ്രാപിക്കുന്നതാണ് മക്കളെ ലഹരി. അതാണ് ആത്മാനന്ദാനുഭൂതി. അത് നമ്മളെല്ലാവരും അങ്ങനെ ആകണം. അതിനുവേണ്ടിയാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രയത്നിക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളെ നന്നാക്കിയെടുക്കണം, കുറേ മക്കൾ നന്നാവണം, എല്ലാവരും അനുഭൂതി അനുഭവിക്കണം, പരമാനന്ദപുരം എത്തിപ്പിടിക്കണം മക്കളെ. പ്രാർത്ഥനയിൽ കൂടി നല്ല പ്രാർത്ഥന, ആത്മാനന്ദത്തിൽ നിറയുന്ന പ്രാർത്ഥന, അകമഴിഞ്ഞ ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ കൂടി ഏത് ശക്തിയും അവിടെ ചെന്നെത്തും. അവിടെ നാണവും മാനവും ആയിട്ടിരുന്നാൽ ഈ ശക്തി ഉണരത്തില്ല. നമുക്ക് അഭിമാനം എന്ന് പറയുന്നത് ഉണരത്തില്ല. നമ്മൾ ഉണർത്തുന്നത് എങ്ങനെയാണ്? സർവ്വ മാലിന്യങ്ങളും പോയിട്ട് പരമാത്മാവ് തന്നെയാണ് ഏക ആശ്രയം. നമ്മൾ മറ്റു മനുഷ്യരെ ചിന്തിക്കേണ്ട. മനുഷ്യരെ കേൾക്കുമെന്ന് ചിന്തിക്കുകയോ എന്തെങ്കിലും അജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ജീവശക്തി ഉണരുകയില്ല. അവിടെ നല്ല പവറായിരിക്കുന്ന ആ ശക്തി സ്വന്തം ഉണരണമെങ്കിൽ നമ്മൾ അത്രത്തോളം എല്ലാ അജ്ഞാനം മാറി ആ അകമഴിഞ്ഞ ഭക്തിയിൽ യാതൊരു കളങ്കമില്ലാതെ ആ പ്രാർത്ഥനയ്ക്കാണ് മാഹാത്മ്യം. അപ്പോഴാണ് മഹാത്മാവായ നമ്മളെല്ലാവരും ഒരു മഹാത്മാവായി മാറുക. അത് കാരണം പരമാത്മാവായ ചൈതന്യ സ്വരൂപൻ നമ്മൾ തന്നെയാണെന്നും ആ ജീവശക്തി നമ്മളാണെന്നും എല്ലാ അറിവും നമ്മൾ തന്നെയാണ് ആ പുണ്യപുരുഷനായി മാറുക, അല്ലെ ഒരു ദേവിയായി മാറുക, ആ ചൈതന്യ സ്വരൂപം നമ്മളായി മാറുക. നമ്മൾ അഹം ബ്രഹ്മാസ്മിയായി മാറുന്നത് അങ്ങനെയാണ്. നമ്മൾ തന്നെയാണ് ഈശ്വരൻ വസിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെത്തും. അപ്പോൾ നാം തന്നെയാണ് ഞാനായവൻ. ആ ഞാനായവൻ പരബ്രഹ്മം നമ്മൾ തന്നെയാണെന്ന്, ആ അഹം ബ്രഹ്മം, ഞാൻ തന്നെയാകുന്നു ബ്രഹ്മം. ഇത് മനസ്സിലാക്കാനാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. ഇത്രയും അകമഴിഞ്ഞ ഭക്തിയിലുണ്ടെങ്കിൽ നമ്മൾ ആ പരമാനന്ദപുരത്തിലെത്താൻ യാതൊരു പ്രയാസവും ഇല്ല. പക്ഷെ എന്താ വേണ്ടേ? ഹൃദയശുദ്ധി. എന്താ ഹൃദയശുദ്ധി? നമുക്ക് ഇപ്പം ഈ ആരാധിക്കുന്നത് മറ്റുള്ളവർ കേൾക്കും എന്ന് ഉണ്ടെങ്കിൽ തുറവി ഉണ്ടാവത്തില്ല. അവിടെ അറപ്പാണ്, തുറക്കാൻ പറ്റത്തില്ല. തുറക്കാതെ എങ്ങനെ ഈ കുണ്ടലിനി ശക്തി അവിടേക്ക് കയറി ചെല്ലും? നമ്മൾ തുറന്നെങ്കിലല്ലേ അവിടെ അടച്ചുകൂടി വെച്ചിരുന്ന ഈ ജീവശക്തി അവിടേക്ക് ഉണർന്ന് ചെല്ലാൻ പറ്റൂ. അത് തുറവി വേണം. നമ്മുടെ ഹൃദയം മാലിന്യം കൊണ്ട് നിറഞ്ഞാൽ എങ്ങനെയായോ ഇത് മറ്റുള്ളവർ കേട്ടാൽ ഞാൻ ഇങ്ങനെ നാമം ചെല്ലാമോ? മറ്റുള്ളവർ കേട്ടാൽ നാണക്കേടല്ലേ? ഇതുകൊണ്ടാണ് ലോകത്ത് ആർക്കും ഈ ചൈതന്യ സ്വരൂപനെ കണ്ടെത്താനോ അനുഭവിച്ചറിയാനോ പറ്റാത്തത്. ഇതെല്ലാം കറയും കഴുകിക്കളഞ്ഞ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്കുള്ള ശ്രദ്ധയില്ലാതെ മനസ്സിനെ ഏകാഗ്രമാക്കി ഇത് പുറമേ ആരിവിടെ ഉണ്ടെന്നോ ഇവിടെ ആര് കേൾക്കുമെന്നോ ഇങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള ചിന്ത എപ്പോൾ ഉണ്ടാകുന്നു? അങ്ങനെയുള്ള തുറവി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ അനുഭൂതി അനുഭവിക്കാൻ പറ്റൂ. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു ദൈവമക്കളാകുന്നത്. അതുവരെ നമ്മൾ അജ്ഞാനം കൊണ്ടുവന്ന ദൈവമക്കളാവുന്നത് എങ്ങനെയാണ്? ഈശ്വരൻ അജ്ഞാനമില്ല. ഈശ്വരൻ നിർമ്മലനാണ്, പരിശുദ്ധനാണ്. അവിടെ യാതൊരു മാലിന്യവും ഭഗവാനില്ല. അപ്പോൾ നമ്മളും അതുപോലെ ആകണ്ടേ? എന്നല്ല നമുക്ക് ചേരാൻ പറ്റൂ. നമുക്ക് ഒന്നാകണമെങ്കിൽ നമുക്ക് ഹൃദയശുദ്ധി വേണം. അതാണ് പ്രാർത്ഥനയിൽ കൂടി കിട്ടണമെന്ന് പറഞ്ഞാൽ എത്രത്തോളം വാ തുറന്ന് പ്രാർത്ഥിച്ചാലും കിട്ടത്തില്ല. ആ തുറവി, ആ ഒരു അജ്ഞാനം മാറിയ ഒരു എല്ലാം ലയിച്ച് ചേരാനുള്ളൊരു അതിന് എന്താ പറയുക, ഒരു വിവാഹം കഴിച്ചവർക്ക് എങ്ങനെയാണ്? വിവാഹം കഴിച്ചവർക്ക് എന്തെങ്കിലും അജ്ഞാനം ഉണ്ടോ? അത് പോകെ ഭർത്താവും ഭാര്യയും ഏകമായി ഒന്നായി മാറുന്നു മറ്റുള്ളവർ കാണും എന്നുള്ള ചിന്തയിലാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്?
അത് ആ തുറവി അതുപോലുള്ളൊരു രീതിയാണ് ഇതും. അജ്ഞാനം ഉണ്ടെങ്കിൽ അവിടെ യാതൊരു അനുഗ്രഹമോ ഒരു കൃപയോ ഒരു അനുഭൂതിയോ ഒരു ലഹരിയോ ഒരു പരമാനന്ദമായിരിക്കുന്ന ആ അനുഭൂതി ഒന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മളവിടെ തുറവി തന്നെ വേണം. അത് എൻ്റെ മക്കൾ കേൾക്കും, അയൽക്കാർ കേൾക്കും. അതുകൊണ്ട് പതുക്കെ മിനുമിനാമന് എങ്ങനെ കിട്ടും? പ്രാർത്ഥന എന്ന് വെച്ചാൽ ഇതൊരു കൃത്യനിഷ്ഠയായിട്ടങ്ങ് ചെയ്യാനല്ല, നമ്മൾ അനുഭവിച്ചറിയുക ചെയ്യുക. നമ്മൾ അനുഭവിച്ചറിയുക ചെയ്യുന്നത്, അതാണ് ആനന്ദം. അല്ലാതെ ഇത് രഹസ്യമായിട്ട് മറ്റുള്ളവർ കേൾക്കുള്ള ചിന്ത വന്നാൽ എങ്ങനെ തുറവി ഉണ്ടാകും? അവിടെ അജ്ഞാനം കൊണ്ട് മൂടിയിരിക്കുകയല്ലേ. ഇപ്പം ഞാൻ ഇങ്ങനെയാ, അതുപോലെ ആയാൽ മാത്രമേ അത് കിട്ടൂ. ഇപ്പോഴേക്ക് വയ്യ, ഞാനൊരു പ്രത്യേക രീതിയിലായിരുന്നു ഇവിടെ നാട്ടുകാർ കേൾക്കുമെന്ന് എൻ്റെ മക്കൾ ഒരു അമ്മയേറെ റോഡിൽ ആൾ പോകുന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വകവെക്കത്തില്ല. എനിക്ക് ആനന്ദം അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാനിത് നല്ല പരുവത്തിലാണ്. ഇപ്പം എനിക്ക് വയ്യല്ലോ. അത് ഇച്ചിരി മണിയൊന്നുമല്ല, 2-3 മണിക്കൂറൊക്കെയാണ്, അരമണിക്കൂറൊന്നും അല്ല. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. എത്ര സമയമായിരിക്കുന്ന പോലും അറിയാണ്ട് ആരാധനകൾ ഇങ്ങനെ തുടർച്ച ഇഷ്ടംപോലെ നാമങ്ങൾ അന്നൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ചൊല്ലി ഇരിക്കുമായിരുന്നു. അങ്ങനെ ആ മക്കളെ പ്രയത്നിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. വെറുതെ നാമം ചൊല്ലി 10 മണിക്കൂർ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളത്തിലേക്ക് അത് മാത്രം ശ്രദ്ധിച്ച് അതിലേക്ക് ആനന്ദമായി ആ ഈശ്വരനെ ലയിച്ച് ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിലെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുകയോ എടുക്കുകയോ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നോ ഒരു വീടുണ്ടെന്നോ ഒരു കൂടുണ്ടെന്നോ ഇവിടെ മക്കളുണ്ടെന്നോ ഭർത്താവിരിക്കുന്നോ മറ്റൊന്നും നമ്മുടെ ഉള്ളിലേ ഇല്ല. അവിടെ മറ്റുള്ള എന്ത് ചിന്തിക്കാനുള്ള ശ്രദ്ധയും വേണ്ട. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ പരമപുരുഷനായിട്ട് ഈശ്വരൻ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. അത് മറ്റുള്ള എന്ത് ധരിച്ചത് നമുക്കെന്താ? ആ ഒരു മനോഭാവത്തിൽ വന്നല്ലാതെ ഇത് അജ്ഞാനം മാറിയല്ലാതെ ഈശ്വരനെ ലയിക്കാൻ നമുക്ക് നടക്കത്തില്ല. ഹരി ഓം ഹരി ഓം ഹരി ഓം.